കുടുംബ ബന്ധങ്ങളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ കുടുംബം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇയ്യോബ് ഒരു വേറിട്ട ഒരു ജീവിതം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഇയ്യോബ് ഊസ് ദേശത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ദൈവം അദ്ദേഹത്തിന് 10 മക്കളെ നൽകി. അതിൽ 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ഈ 7 ആൺമക്കളുടെ ഭവനങ്ങളിലും വിരുന്ന് സൽക്കാരം നടത്തിയിരുന്നു. ആ സമയത്ത് തന്നെ സഹോദരിമാരെ ആളയച്ച് വിളിച്ചിരുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കൂട്ടായ്മ പങ്കിടുന്ന കുടുംബം. ഈ കാലഘട്ടത്തിൽ കൂട്ടായ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സാഹോദര്യ ബന്ധങ്ങൾക്ക് വിലയില്ലാതെ സ്വാർത്ഥതകൾക്ക് മാത്രം, സ്വന്തം കാര്യങ്ങൾ മാത്രം തേടിപ്പോകുന്ന മനുഷ്യർക്ക് മുന്നിൽ ഇയ്യോബിൻ്റെ കുടുംബം ഒരു മാതൃകയാവുകയാണ് ചെയ്യുന്നത്. ഓരോ സഹോദരങ്ങളുടെ ഭവനത്തിൽ വെച്ച് വിരുന്ന് സൽക്കാരം അവർ പ്രത്യേകം ദിവസങ്ങൾ നടത്തിയിരുന്നപ്പോൾ അവരെ സഹോദരിമാരെയൊക്കെ വിളിച്ചുള്ള ഒരു കൂട്ടായ്മ പങ്കിടലുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എത്ര ഭവനങ്ങളിലാണ് ഈ കൂട്ടായ്മ പങ്കിടലുള്ളത്? പലപ്പോഴും കൂടി വരാനായിട്ട് നമുക്ക് കാരണങ്ങൾ പറയുന്നുണ്ട്. കൂടി വരാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. എനിക്ക് തിരക്കാണ്, ജോലിയുണ്ട്, മക്കൾക്ക് പഠനമുണ്ട്, ഒരുപാട് റീസണാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളെ നമുക്ക് ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇയ്യോബ് ആ ഒരു കാര്യം മക്കളെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മക്കളെ പഠിപ്പിച്ചത് എന്താ? അവർ കൂട്ടായ്മ പങ്കിടുവാനുള്ളതാണ്. അപ്പോൾ അവർ സ്നേഹ സദ്യയായിട്ടോ അല്ലെങ്കിൽ വിരുന്നായിട്ടോ ഒക്കെ ഒരുക്കി അവരുടെ അല്ലെങ്കിൽ സഹോദരങ്ങളെ എല്ലാവരെയും, മക്കളെ എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് സ്നേഹം പങ്കിടുന്ന ഒരു രീതി ഇയ്യോബിനുണ്ടായിരുന്നു. തീർച്ചയായും അത് അവരുടെ ജീവിതത്തിൻ്റെ ബന്ധം നിലനിർത്താൻ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളിലും ഇതുപോലുള്ള കൂട്ടായ്മകൾ, കൂടിവരവുകൾ അനിവാര്യമാണ്. ഇന്ന് പലപ്പോഴും കാത്തിരിക്കുന്നത് ആരുടെയെങ്കിലും ഒരു ഓർമ്മ പ്രാർത്ഥന വന്നാൽ, അല്ലെങ്കിൽ ഒരു മരണം വന്നാൽ, ഒരു കല്യാണം വന്നാൽ കൂടി വരാം എന്നാണ്. അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളുമായി പ്രത്യേകം ദിവസങ്ങളിൽ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിച്ച് കൂടി വന്ന് സ്നേഹം പങ്കിടുകയും തലമുറകളുമായിട്ടൊക്കെ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമുക്കേറെ അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് അണുകുടുംബങ്ങളിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അണുകുടുംബങ്ങൾ പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്നെല്ലാവർക്കും ഒരു അസൗകര്യമാണ്. ഓരോരുത്തർക്കും ഓരോ സമയമാണ്. അവരവരുടെ സമയത്തിന് അവരവർ വന്ന് കഴിക്കുന്നു, പോകുന്നു, അവരവരുടെ മുറിക്കകത്ത് കയറുന്നു. ഇതാണ് കാലഘട്ടം. എന്നാൽ ഇതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കണം. ഇയ്യോബ് അത് മക്കളെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു ടേബിൾ ഫെലോഷിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി കുടുംബത്തിലുണ്ടാകുമ്പോൾ അവിടെ ഒരു സ്നേഹമുണ്ടാകും. അവിടെ സകലവും പങ്കിടപ്പെടും. ആ സ്നേഹം കുടുംബത്തിൽ ഏറ്റവും അധികം അനുഗ്രഹമുണ്ടാകും. ഇന്ന് പലപ്പോഴും ഓരോരുത്തരെ അവരവരുടെ സമയം കണ്ടെത്തി അവർ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകരപ്പെടുകയാണ്. മനുഷ്യർ തമ്മിൽ ബന്ധമില്ലാതെ ഒരു ഭവനത്തിനകത്ത് താമസിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അതല്ല വേണ്ടത്. കുടുംബത്തിനകത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അത് തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമുണ്ടാകും. ലോകത്തിൽ നടന്ന എല്ലാ സമാധാന ചർച്ചകളുടെയും കാതൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ടേബിളിലിരുന്ന് ഒരുമിച്ച് ചായ കുടിച്ചാണ് എല്ലാ സമാധാന ചർച്ചകളും നടത്താറുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ടേബിൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വീണ്ടും സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ? ഒരു കാലഘട്ടത്ത് കുടുംബ പ്രാർത്ഥനയ്ക്കും അതുപോലെ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലിനും ഒക്കെ കൂടി വന്നിരുന്ന ഒരു അനുഭവം നമ്മുടെ പൂർവിക തലമുറകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും തിരക്കുകൾക്കിടയിൽ നമ്മളത് മാറ്റി വച്ചിരിക്കുകയാണ്. എന്നാൽ അതിനെ മാറ്റി നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിച്ചാൽ, നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളെ നമുക്കൊന്ന് പുതുക്കാൻ സാധിച്ചാൽ, സഹോദരങ്ങൾ തമ്മിൽ കൂടിവരവുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ, സ്നേഹം പങ്കിടൽ സാധിച്ചാൽ, കൂട്ടായ്മ പങ്കിടൽ സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല.